ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മെ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മെ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, സാമ്പത്തികമായിട്ടും അല്ലാതെയും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നു അയാൾ ഒരു ബുക്ക് എഴുതി. സ്വാഭാവികമായിട്ടും ആ ബുക്ക് വാങ്ങി നമ്മൾ വായിക്കൂലേ? നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഒരു ബുക്കാണ്. അത് അയാൾ പറഞ്ഞില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളോട് പറയില്ലേ, ആ പുസ്തകം ഒന്ന് വാങ്ങണം, അതൊന്ന് വായിക്കണം, കാരണം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആ അദ്ദേഹം എഴുതിയതാണല്ലോ എന്ന തോന്നൽ നമുക്കുണ്ടാവില്ലേ? ഉണ്ടാവുമെന്ന കള്ള കാര്യം 100% ഉറപ്പല്ലേ? അതിനാരെങ്കിലും വായത് പറയണോ? ആരെങ്കിലും ഉപദേശിക്കണോ? ഇല്ലല്ലോ. നമ്മൾ മക്കളെ പറഞ്ഞു വിട്ട് ആ പുസ്തകം മേടിച്ചുകൊണ്ടില്ല, എന്താ പുള്ളി എഴുതിയേക്കണമെന്നൊന്നും അറിയാലോ. നമ്മളെ സഹായിക്കുന്ന ഒരാളല്ലേ. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, അതിന്റെ വ്യവസ്ഥാപിതമായ ചലനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അതിന്റെ വിസ്മയാവഹമായ വലിപ്പത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ദൈനംദിനം ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ആ പടച്ച തമ്പുരാൻ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ആ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് നമുക്ക് എന്തേ തോന്നാത്തത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉത്തരം, ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ അള്ളാഹുവിനെ മാനിക്കേണ്ട വിധം മാനിച്ചിട്ടില്ല. അവർ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗൗരവം കൊടുത്തിട്ടില്ല. അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു വിശ്വാസം അത്ര തന്നെ.